എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചട്ടിച്ചോറ് ആണ് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് കുറേയധികം വിഭവങ്ങൾ ചേർത്ത് നമുക്ക് തയ്യാറാക്കിയ ചട്ടിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു കപ്പ പുഴുക്ക് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു കപ്പയെടുത്ത് അതിന് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിനും ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കഴുകാനായിട്ട് വയ്ക്കണം. അധികം കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. നമുക്കിനി ഇന്ന് ഒഴിച്ചു കൂട്ടാനായിട്ടൊരു തീയലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 മുറി തേങ്ങ, അല്പം കരിവേപ്പില, 2-3 മുളക് ഇതെല്ലാം ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചുവപ്പ് കളറ് ആകുന്നവരെ നമുക്കിതൊന്ന് വറക്കണം. മല്ലി ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ആദ്യം മല്ലി ചേർക്കാം. എൻ്റെ ഈ മല്ലിപ്പൊടി ആയതുകൊണ്ട് അത് വറുത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഒരു 2-3 ചുവന്നുള്ളി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാസനയൊക്കെ കിട്ടും തീയലിന്. ഉള്ളിത്തീയലാണ്, എന്നാലും വറക്കുമ്പോൾ നമുക്കത് കൂടെ ചേർക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് അരയ്ക്കാം. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതേ പാനിൽ തന്നെ നമുക്കിതിനെ ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ 1 പിടി ചുവന്നുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വടിച്ചെടുക്കാം. ചുമക്കൊന്നും വേണ്ട, ഒരുവിധം നന്നായിട്ട് ആ പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്ന വരേക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം 1 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതതിലേക്ക് ചേർക്കാം. പുളി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീയിലൊക്കെ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ജാറിലൊഴിച്ച് നമുക്കതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. 1 തണ്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു ചേർക്കാനായിട്ട് ഉപ്പില്ല. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കി നന്നായി ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി അതിനൊരു കടുക് വറുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, കരിവേപ്പില, മുളക്, കടുക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക്, 1 നുള്ള് ഉലുവ, മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ, നല്ല കളറുണ്ട്, നല്ല കൊഴുകൊഴാന്നുള്ള നമ്മുടെ തീയൽ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചോറ് കുക്കറിലാണ് വെക്കുന്നത്. കുത്തരിച്ചോറായതുകൊണ്ട് ഇതിനകത്ത് വയ്ക്കാറുള്ളത്. ഇപ്പോൾ 1 ഗ്ലാസ് നമ്മുടെ ചായ ഗ്ലാസ്സിനൊക്കെ വലിപ്പമുള്ള ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കുക്കറിൻ്റെ 1/4 ഭാഗം വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യണം വിസിലിനകത്തൂടെ. അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ വിസിലിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വിസിൽ വരുന്നതിന് മുമ്പേ തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കണം.
ഒരു 7-8 വിസിലാകുമ്പോഴത്തേക്ക് അത് വെന്തോളും. ആ സമയം കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞൊക്കെ എടുക്കാം. ഒരു ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. കനം കുറച്ച് എരിയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എൻ്റെ മുത്തശ്ശിയൊക്കെ വെക്കാറുള്ള രീതിയിലാണ് ഈ മെഴുക്ക് പുരട്ടി ഞാൻ തയ്യാറാക്കുന്നത്. ഞങ്ങൾ പണ്ടൊക്കെ ഇതിന് കടുക് വറക്കുകയോ കരിവേപ്പില ഇടുകയോ മറ്റൊന്നും ചേർക്കില്ല. ഒരു പച്ചമുളക് മാത്രം ഇട്ട് വേവിച്ചെടുക്കുകയാണ്. പരിഞ്ഞ് കായും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 7 വിസിൽ വന്നു. ഞാൻ കുക്കർ മാറ്റി വെച്ച് ചോറിൻ്റെ. ഇനി നമുക്ക് കായ മെഴുക്ക് പുരട്ടി വയ്ക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കീറിയത് ചേർത്ത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മെഴുക്ക് പുരട്ടിയെടുക്കാം. അതിന് മെഴുക്ക് പുരട്ടാനായിട്ട് നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കടുക് വറവയോ കരിവേപ്പിലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ. വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരും ഇപ്പോൾ ആ മെഴുക്ക് പുരട്ടിക്ക്. അതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൂടെ ഇളക്കണം. 2-3 പ്രാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല വരണ്ട പോലെ വെളിച്ചെണ്ണയുടെ ഇതിൽ കിടന്ന് റെഡിയാകും. ഇതിനി വാങ്ങി വയ്ക്കാം നമുക്ക്. ഇനി കപ്പ പുഴുങ്ങാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവുന്ന കപ്പ ആയതുകൊണ്ട് ഇപ്പം നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. തിളച്ച് തൂവായിരിക്കാനായിട്ട് ഒരു സൈഡ് സ്വല്പം ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. തീ കുറച്ച് വയ്ക്കണം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഒരു 4-5 കഷ്ണം ചുവന്നുള്ളി, പേരിന് ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്പം കരിവേപ്പില, ഇതെല്ലാം ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാലറിയാം നന്നായിട്ട് കുഴഞ്ഞ പോലെ ഒരു അതൊക്കെ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഊറ്റിയെടുക്കാം. ഊറ്റി കളഞ്ഞിട്ട് കപ്പ എടുക്കാം. വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികൾ സൂക്ഷിച്ച് വേണം കേട്ടോ. കൈ പൊള്ളാതെയൊക്കെ കെയർഫുള്ളായിട്ട് ചെയ്യണം ഇതെല്ലാം. ഞങ്ങളെപ്പോലെ അത്ര എക്സ്പീരിയൻസ് ഇല്ല ഈ വാർക്കാനും എടുക്കാനും ഒക്കെ. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓട്ടയുള്ള പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞാലും മതിയാവും. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിനെല്ലാം മിക്സ് ചെയ്യണം. നല്ല പൊടിഞ്ഞ പോലെ ആയിട്ടുണ്ട് കപ്പപ്പുഴുക്ക്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണല്ലോ ഇതിന് പുഴുക്കിനൊക്കെ നല്ല വാസനയൊക്കെ വരുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കരിവേപ്പിലയും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം.
നമുക്കിനി പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിലെ. അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കിന്ന് വാർത്തെടുക്കണം. നമുക്ക് ഗ്യാസും ലാഭം ഉണ്ടെങ്കിൽ ആകുമ്പോൾ പെട്ടെന്ന് ചോറ് വയ്ക്കുകയും ചെയ്യാം. അങ്ങനെ അരി വാർത്ത് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണ്ടേ. ഉരുട്ടി ചമ്മന്തി. ഒരു മുറി തേങ്ങ, 4-5 കഷ്ണം ചുവന്നുള്ളി, 1 കഷ്ണം പുളി, അല്പം കരിവേപ്പില, അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഇളക്കി വേണം വീണ്ടും ഒന്ന് പൾസ് ചെയ്ത പോലെ എടുത്താൽ മതി. അപ്പം നല്ല കറക്റ്റ് ഉരുട്ടി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഉരുട്ടി ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ ഊണിന്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ പരിപാടി പപ്പടം കാച്ചണ്ടേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം കാച്ചെടുക്കാം. 2 മുളക് വറ്റലും നമുക്ക് വറുത്തെടുക്കാം. കേരള പപ്പടം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വറ്റൽ മുളക്, തൈര് മുളക്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പപ്പടമാണ്. ഇങ്ങനെ പൊള്ളുന്ന അധികം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ നടുക്ക് പപ്പടത്തിനടുക്കൊരു കാച്ചുന്നതിന് മുന്നേ കുത്തി കൊടുത്താൽ മതി. എന്നാൽ അധികം പൊങ്ങുകയില്ല. അങ്ങനെ പപ്പടവും കാച്ചി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ ഊണിൻ്റെ പരിപാടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുളക് കൂടെ വറുത്തെടുക്കാം. നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. പുഴുക്ക്, ചമ്മന്തി, മെഴുക്ക് വരട്ടി, തീയലും, പപ്പടം, വറ്റൽമുളക്, ചോറ്. നമുക്കിനി ചട്ടിയിലേക്കെല്ലാം ഒന്ന് മാറ്റാം. ചട്ടിച്ചോറാക്കി മാറ്റണ്ടേ. ചൂട് ചോറ് നമുക്ക് ചട്ടിയുടെ ഒരു പകുതി ഭാഗത്തോടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും അതിലേക്ക് വിളമ്പി കൊടുക്കാം. മെഴുക്ക് വരട്ടി, കപ്പപ്പുഴുക്ക്, ചമ്മന്തി, അച്ചാറ്, നല്ല മാങ്ങ അച്ചാറ്, ചമ്മന്തിപ്പൊടി, നല്ല നമ്മൾ ഇന്നുണ്ടാക്കിയ തീയൽ, പിന്നെ മുളക് വറ്റൽ, പപ്പടം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.